ഇപ്പോൾ നമ്മൾ കാണുന്നത് റാന്നിയിൽ നിന്നുള്ള കാഴ്ചകളാണ്. റാന്നിയിലാണ് ഏറ്റവും അധികം ഈ വെള്ളക്കെട്ട് പ്രശ്നം ഉണ്ടായിരിക്കുന്നത്. ഡിങ്കി ബോട്ടുകളിൽ ആളുകളെ മാറ്റി പാർപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് അവിടെ നിന്ന് കാണാൻ കഴിയുന്നത്. വലിയ വെള്ളക്കെട്ട് തന്നെയാണ് ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലാണ്. ഒറ്റപ്പെട്ട ഇടങ്ങളിലേക്ക് കൂടുതൽ സഹായം എത്തിക്കേണ്ട സാഹചര്യമുണ്ട്. പ്രവീൺ, അവിടെ നിന്ന് ആളുകളെ മാറ്റാനുള്ള സംവിധാനങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത്. കൂടുതൽ സഹായം വേണ്ടി വരുമോ പ്രദേശത്ത്? മാധു, ഇപ്പോൾ നമുക്ക് ദൃശ്യത്തിൽ ഒരു വെള്ളത്തിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു വാഹനവും ഒപ്പം തന്നെ ഇവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്ന ഒരു ഡിങ്കിയും നമുക്ക് കാണാൻ സാധിക്കും. ഇന്ന് രാവിലെ മുതൽ തന്നെ ഇവിടെ ഊർജിതമായി രക്ഷാപ്രവർത്തനം നടത്തുകയാണ്. ഇപ്പോൾ ഈ കാറ് അത് കുടുങ്ങിപ്പോയതാണ്. റാന്നി മാമുക്കിലാണ്, പുള്ളൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിലാണ് ഈ കാറുള്ളത്. ഇപ്പോൾ ആ കുടുങ്ങിക്കിടക്കുന്ന കാർ കയർ ഉപയോഗിച്ച് കെട്ടി, അത് ഫയർഫോഴ്സ് ജീവനക്കാരും പ്രദേശവാസികളെല്ലാം ചേർന്ന് കെട്ടിവലിച്ച് കരഭാഗത്തേക്ക് മാറ്റുകയാണ്. ഇവിടെ ഇത്രയും വലിയ വെള്ളക്കെട്ടുള്ളപ്പോൾ ഇത് ഈ ഭാഗത്തുകൂടി മുൻവശത്തേക്ക് സഞ്ചരിച്ചു. അങ്ങനെയാണത് ആ ആഴമുള്ള ഭാഗത്ത് അവിടെ കാറ് ഓഫായി പോകുന്ന ഒരു അവസ്ഥയുണ്ടായത്. ഇപ്പോൾ ഏതായാലും കയർ കെട്ടി ഈ വാഹനം കരയിലേക്ക് മാറ്റുന്നുണ്ട്. ഫയർഫോഴ്സ് ജീവനക്കാരും ഇവിടെ സജീവമായി ഉണ്ട്. ഒപ്പം പ്രദേശവാസികളും ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ എത്ര പേർ ഇപ്പോൾ കുടുങ്ങി കിടപ്പുണ്ട് അവിടെ? ഇല്ല, ഏതാണ്ട് ഒരുപ്പെട്ടവരെല്ലാം എടുത്തിട്ടുണ്ട്. ഫയർഫോഴ്സ് ജീവനക്കാർ പറയുന്നത് എല്ലാ ആളുകളെയും, അതായത് ഒരു 1.5 മണിക്കൂർ മുമ്പ് വരെ അവർ പറഞ്ഞത് 250ഓളം വീടുകളിൽ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നുള്ളതായിരുന്നു. ഇപ്പോൾ ഫയർഫോഴ്സ് ജീവനക്കാർ പറയുന്നത് ഡിങ്കി ഉപയോഗിച്ചുകൊണ്ട് എല്ലാ ഇടങ്ങളിലേക്കും എത്തിയിട്ടുണ്ട്. ആപത്കരമായിട്ടുള്ള സാഹചര്യത്തിൽ ഉണ്ടായിരുന്ന ആളുകളെയെല്ലാം അവർ കരഭാഗത്തേക്ക് മാറ്റിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തകർ ഇപ്പോൾ പറയുന്നത്. ഇപ്പോൾ ഈ വാഹനം ഇപ്പോൾ ഏതായാലും കരയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇന്ന് രാവിലെ മുതൽ തന്നെ വലിയ രക്ഷാപ്രവർത്തനമാണ് ഇവിടെ നടന്നത്. വ്യാപാര സ്ഥാപനങ്ങളെല്ലാം മുങ്ങിപ്പോയ അവസ്ഥയിലാണ്. ഇപ്പോഴും വെള്ളം ഇറങ്ങിയിട്ടില്ല. നമുക്ക് ദൃശ്യത്തിൽ കാണാൻ സാധിക്കും, വെള്ളം ഇപ്പോഴും കയറി കിടക്കുകയാണ്. ഇതിനിടയിലാണ് പുള്ളൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ, നമുക്ക് ഇപ്പോൾ ദൃശ്യത്തിൽ കാണാം, ഈ വാഹനം കിടക്കുന്നത് പുള്ളൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിലാണ്. അവിടേക്കാണ് രാവിലെ വെള്ളം ഇരച്ചെത്തിയത്. പമ്പാ നദിയിൽ നിന്നും കരകവിഞ്ഞ് വെള്ളം ഒഴുകി റാന്നി മാമുക്ക്, അതായത് റാന്നി ടൗൺ ഭാഗം മുഴുവൻ വെള്ളത്തിനടിയിലായിരിക്കുന്നു. ഇപ്പോഴും വെള്ളം ഇറങ്ങിയിട്ടില്ല. ഇപ്പോൾ മഴ ഏതായാലും കുറഞ്ഞിരിക്കുന്ന ഒരവസ്ഥയാണ്. ഇപ്പോൾ നമ്മളൊപ്പം ഒരു പ്രദേശവാസി കൂടിയുണ്ട്. അദ്ദേഹമാണ് രാവിലെ മുതൽ തന്നെ ഊർജിതമായി രക്ഷാപ്രവർത്തനം നടത്തുന്നത്. അങ്ങയുടെ പേര്? എൻ്റെ പേര് അനൂപ്. അനൂപ് ചേട്ടൻ രാവിലെ മുതൽ തന്നെ ഇവിടെ ഊർജിതമായിട്ടുണ്ട്. വീടിന്റെ മുകളിലൊക്കെ ഉള്ള ആളുകളൊക്കെ ഇറക്കാനൊക്കെ സഹായിച്ചിരുന്നു. ഇപ്പൊ എന്തുണ്ട്, മുഖത്തൊരു സന്തോഷമുണ്ട്, അല്പം ആശ്വാസമാണോ? വെള്ളം ഇറങ്ങുന്നുണ്ട്, നല്ലപോലെ വെള്ളം ഇറങ്ങുന്നുണ്ട്. എന്തായാലും ഇങ്ങനെ ഇറങ്ങട്ടെ, അല്ലെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലുള്ള പിന്നെ ഒരു പേടി മേളിലെങ്ങാനും. ഇതൊരു ശാശ്വത പരിഹാരം അല്ല. ഇത് ശരിക്കും ഇറങ്ങുന്ന കാണുമ്പോൾ സന്തോഷമല്ല. മേളിൽ മഴ പെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി വെള്ളം പൊങ്ങും. ഈ ഫയർഫോഴ്സ് ജീവനക്കാരോടൊപ്പം രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തല്ലോ. ഓരോ ഇടങ്ങളിൽ ചെല്ലുമ്പോൾ നമുക്ക് എന്താ മനസ്സിലാക്കാൻ കഴിഞ്ഞത്? എന്തായാലും ഒരു കാര്യമുണ്ട്, ഇവർ രക്ഷാപ്രവർത്തനം വളരെ നല്ല രീതിയിൽ തന്നെയാണ് അവർ ചെയ്യുന്നത്. അത് നമ്മൾ പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം അത്രമാത്രം കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ടുകൊണ്ട് പല വീടുകളിലും വെള്ളം കയറി വീട്ടുപകരണങ്ങളെല്ലാം നശിച്ച അവസ്ഥയാണല്ലേ? മൊത്തം നശിച്ചിട്ടുണ്ട്. ആദ്യം മുഴുവൻ നഷ്ടപ്പെട്ടവർ മൊത്തമുണ്ട്. അതേപോലെ തന്നെ പല ഈ കടകൾ, അത് ശരിക്കും പറഞ്ഞാൽ പലർക്കും വലിയ വലിയ നഷ്ടം സംഭവിച്ചിട്ടുണ്ട് പ്രാവശ്യം. ഇത് പെട്ടെന്നുള്ള ഒരു വെള്ളത്തിന് വരവായതുകൊണ്ട് ഇവിടുത്തെ റാന്നിക്കാരനാണല്ലോ. ഇപ്പോൾ ഈ വെള്ളം കാണുമ്പോൾ ഇനിയിപ്പോൾ 1-2 മണിക്കൂർ അല്ലെങ്കിൽ അടുത്ത മണിക്കൂറിൽ മഴ പെയ്തില്ലെങ്കിൽ ഈ വെള്ളം ഇറങ്ങുമോ? 1-2 മണിക്കൂർ ശക്തമായിട്ടുള്ള മഴ ഇവിടെ പെയ്താൽ കുഴപ്പമില്ല. മേളിൽ പെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതിനപ്പുറം വെള്ളം പോകും. അത് യാതൊരു സംശയമില്ല. അതാണ് മാധു, അതായത് ശബരിമല വനമേഖലയിൽ ശക്തമായിട്ടുള്ള മഴ പെയ്തു കഴിഞ്ഞാൽ 1-2-3 മണിക്കൂറിനുള്ളിൽ ആ വെള്ളം ഒഴുകി റാന്നി ഭാഗത്തേക്ക് എത്തും. അതാണ് ഈ നാട്ടുകാർ പറയുന്നത്. ഇവിടെ മഴ പെയ്യുന്നതോ പെയ്യാതിരിക്കുന്നതോ അല്ല പ്രശ്നം. ശബരിമല വനമേഖലയിൽ ശക്തമായിട്ടുള്ള മഴയാണെങ്കിൽ അത് കാര്യങ്ങൾ പകരം മറിക്കും. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ആ വാഹനം പുറത്തേക്ക് എത്തിച്ചിരിക്കുന്നു എന്നതാണ്. അത് വലിയ ശ്രമത്തിനൊടുവിലാണ് വണ്ടി കെട്ടിവലിച്ച് നാട്ടുകാരൊക്കെ സഹായിച്ച് തള്ളി പുറത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അത് ഏറെക്കുറെ മുങ്ങിയ അവസ്ഥയിലായിരുന്നു. ഇപ്പോൾ കുറച്ച് സുരക്ഷിതമായ സ്ഥലത്തേക്ക് വണ്ടി കെട്ടിവലിച്ച് എത്തിച്ചിരിക്കുകയാണ്.